നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തും അവണിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് ദേവാലയത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും കുരുക്കഴിക്കുന്ന മാതാവിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി കൊണ്ടാടി. പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാക്കാത്തുരുത്തി സീ ഷോർ വിനോദ കേന്ദ്രത്തിലേക്ക് യാത്ര സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കലയിലൂടെ ചേർന്ന് നിൽക്കാം. ചേർന്ന് നിന്ന് നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് അകന്നുപോയി ചില സംസ്കാരങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറാം എന്ന ലക്ഷ്യത്തോടെ HH രവിവർമ്മ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സൺഡേ മിറർ എന്ന സാംസ്കാരികോത്സവത്തിന് തുടക്കം കുറിച്ചു. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തും അവണിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. രോഗികളെ സന്ദർശിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തും. അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന പ്രാദേശിക പരിചരണ കൂട്ടായ്മകളിൽ വീട്ടിലും സുഹൃത്തുക്കൾക്കിടയിലും അയൽപ്പക്കത്തും ഈ വർഷത്തെ പാലിയേറ്റീവ് കെയർ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. അവണിശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ആര്യ പാലിയേറ്റീവ് ദിനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. വാർഡ് മെമ്പർമാരായ വൃന്ദ ദിനേശ്, രമണി സുകുമാരൻ, ആയുർവേദ ഡോക്ടർ സുനന്ദ, ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു, പാലിയേറ്റീവ് നഴ്സുമാരായ MK ഗിരിജ, ആരോഗ്യ പ്രവർത്തകരായ മിനി കവിത, സ്കൂൾ മാനേജർ MK പ്രസാദ് എന്നിവർ പങ്കെടുത്തു. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് ദേവാലയത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും കുരുക്കഴിക്കുന്ന മാതാവിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി കൊണ്ടാടി. ഫാദർ ജിബിൻ മാളിയാലിൽ ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തിൽ പങ്കുചേർന്ന് സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധരെ ഇന്ന് ഞങ്ങൾ അനുസ്മരിക്കുന്നു. വിശുദ്ധരെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഓർമ്മദിനത്തിൽ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഫാദർ സിജോ തയ്യാലക്കൽ തിരുനാൾ സന്ദേശം നൽകി. ദിവസം ഒരു പരിഹാരവുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളൊരു കുർബാനയ്ക്ക് വരാത്തവരെ കണ്ട്, കുർബാനയ്ക്ക് വന്നാലും പുറത്തിരുന്ന് വർത്താനം പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അവരെല്ലാം പിന്നെയും ഈ വചനത്തിനെതിരെ ചെയ്യല്ലേ. എൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഈ വചനം വിട്ട് ആര് ജീവിച്ചാലും ഈ വചനത്തിൽ പറഞ്ഞ വിധി അവരുടെ മേൽ വീഴും. ദൈവം സ്നേഹമാണ്, നിങ്ങൾക്കറിയോ, ദൈവം സ്നേഹമാണ്. ഞാൻ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി.
ദൈവത്തിൻ്റെ സ്നേഹം അറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം വരിക. ദൈവസ്നേഹം അറിഞ്ഞവനെ ദൈവഭയം ഉണ്ടാകുള്ളൂ. അല്ലാണ്ട് ദൈവ സ്നേഹമാണെന്ന് പറയുന്നവന് ദൈവഭയമില്ല. നിങ്ങൾക്കറിയോ, ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. ഈ ഇരിക്കുന്ന പച്ച ഷർട്ടിട്ട അപ്പച്ചൻ എൻ്റെ അപ്പനാണെന്ന് വിചാരിക്കും. നിങ്ങൾ എൻ്റെ അപ്പനാണെന്ന് വിചാരിക്കും. അങ്ങനെ ഞാനൊരു വ്യക്തിയെ കൊന്നു എന്ന് വിചാരിക്കും. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനൊരു വ്യക്തിയെ കൊന്നു. അദ്ദേഹം എൻ്റെ അപ്പൻ ഹൈക്കോടതി ജഡ്ജിയാണ്. തിരുനാൾ ചടങ്ങുകൾക്ക് പള്ളി വികാരി റവറൻ ഫാദർ സ്റ്റാൾസൺ ജെ കള്ളിക്കാടൻ നേതൃത്വം നൽകി. തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണത്തിന് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് വർണ്ണമഴ നടന്നു. പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് ചേർപ്പ് ഗ്രാമപഞ്ചായത്തും ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാക്കാത്തിരുത്തി സീഷോർ വിനോദ കേന്ദ്രത്തിലേക്ക് യാത്ര നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഇവരെയും കൊണ്ട് ഇങ്ങനെ ഒരു യാത്ര പോകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗ്രാമപഞ്ചായത്ത് ഇതിനുവേണ്ടി പദ്ധതിയിലെ വിഹിതം മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്നേഹയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവരെല്ലാം ചേർത്തിണക്കിക്കൊണ്ട് അവരോടൊപ്പം നമ്മൾ കൂടെയുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ സങ്കടങ്ങളിൽ അവർക്കൊരു സാന്ത്വനമായി അവരുടെ സന്തോഷത്തിൽ ഒപ്പം ചേർന്നുകൊണ്ടാണ് ഈ യാത്ര കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവർക്കും നല്ലൊരു ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാനും സാധിക്കട്ടെ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ റീതു, നഴ്സുമാർ എന്നിവർ രോഗികളെ പരിചരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ ആശാ പ്രവർത്തകർ, ഹെൽത്ത് സൂപ്പർവൈസർ KM ഉമേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് AI മുഹമ്മദ് മുജീബ്, പാലിയേറ്റീവ് നഴ്സ് പ്രിസീത എന്നിവർ നേതൃത്വം നൽകി. കലയിലൂടെ നമുക്ക് ചേർന്ന് നിൽക്കാം. ചേർന്ന് നിന്ന് നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് അകന്നുപോയ ചില സംസ്കാരങ്ങൾ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറാം എന്ന ലക്ഷ്യത്തോടെ HH രവിവർമ്മ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സൺഡേ മിറർ എന്ന സാംസ്കാരികോത്സവത്തിന് തുടക്കം കുറിച്ചു. എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ചകളിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു. സമകാലികമായിട്ട് ഒരാളെ വായിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു OV വിജയന്റെ NS മാധവന്റെ ഒരു കഥ, ഒരു തിരുത്ത് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ തന്നെ വർത്തമാനകാലത്തും പൊളിറ്റിക്കലായിട്ട് മാറുന്ന ഒരു കഥയാണ്. ആ കഥയിൽ ഇത്രയേ ഉള്ളൂ. ഇത് ബാബറി മസ്ജിദ് തകർന്നു വീണുള്ള സമയത്ത് ഒരു പത്രക്കാരൻ, അയാളുടെ ഒരു വാക്ക്, അയാളുടെ പത്രാധിപന്റെ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്, അയാളുടെ മുകളിലൊരു വാക്കാണ് തർക്കമന്ദിരം തകർത്തു എന്നതിനപ്പുറത്ത് നിന്ന് ബാബറി മസ്ജിദ് തകർത്തു എന്ന് മാറ്റി എഴുതണം. എന്താന്ന് പറയുന്ന ഒരു പ്രശ്നം ലോകം മുഴുവൻ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ രീതിയിൽ ഉണ്ടാക്കുന്ന ഈ വർത്തമാനകാലത്താണെങ്കിൽ ED പോലുള്ള സംഭവത്തെ ഭയപ്പെട്ടിട്ട് ചെയ്യുന്ന. താലൂക്ക് ലൈബ്രറി കൗൺസിലർ അംഗം വിലാസ് MK മുഖ്യാതിഥിയായി. സുരേഷ് നന്മ രചനയും സംവിധാനവും നിർവഹിച്ച പാപത്തറ നാടകവും നെയ്ത്തുകാരൻ സിനിമ പ്രദർശനവും നടന്നു. വായനശാല സെക്രട്ടറി സുലജ സദൻ, പ്രസിഡന്റ് സിബിൻ T ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആയി അഭിഷിക്തനായ മാർ തട്ടിലിന് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. തൃശൂർ ഹൈറോഡിൽ നിന്നും പുത്തൻപള്ളിയിലേക്ക് ഘോഷയാത്രയായിട്ടാണ് ആനയിച്ചത്. തുടർന്ന് പുത്തൻപള്ളിയിൽ നടന്ന ദിവ്യബലിയിൽ മാർ റാഫേ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്വന്തം തട്ടകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് ആമുഖ പ്രസംഗത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. മാർ ടോണി നീലങ്കാവിൽ, മാർ ജേക്കബ് തുങ്കുഴി, മാർ പോളി കണ്ണൂക്കാടൻ ഉൾപ്പെടെ നിരവധി ബിഷപ്പുമാർ സഹകാർമ്മികരായി. തൃശൂർ അതിരൂപതയിലെ വിവിധ ദേവാലയങ്ങളിലെ വൈദികരും സന്യസ്തരും വിശ്വാസികളും ദിവ്യബലിയിൽ പങ്കുചേർന്നു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി റവറൻ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ തിരുനാൾ കൊടിയേറ്റത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, ട്രസ്റ്റിമാരായ ജെയിംസ് ചാലിശ്ശേരി, സോബി ഡേവിസ്, റാഫി ആലപ്പാട്ട്, ഡിനോ ദേവസി, തിരുനാൾ ജനറൽ കൺവീനർ ആൻഡോ ചാലിശ്ശേരി, പബ്ലിസിറ്റി കൺവീനർ സജി വർഗീസ്, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി.
ജനുവരി 19, 20, 21 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. നാട്ടിക ഈയാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാചരണവും മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രം മേൽശാന്തി NS ജോഷി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് EK സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ ENT തനീഷ്, ജോയിന്റ് സെക്രട്ടറി EN പ്രദീപ് കുമാർ, രാജു ഇയാനി, തിലകൻ ഞായക്കാട്ട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജനുവരി 16 ചൊവ്വാഴ്ച വൈകിട്ട് ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറും. ജനുവരി 21 ഉത്സവം. ജനുവരി 22 ആറാട്ടോടെ ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയിറങ്ങും. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ക്ഷേത്ര മഹോത്സവം ജനുവരി 17, 18, 19 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17 ഗണപതി ഹോമം, ഉഷപൂജ, പന്തിരടി പൂജ, ഗുരുമുത്തപ്പന്മാർക്ക് കളമെഴുത്തും പാട്ടും, പ്രസാദൂട്ട്, നാഗക്കളമെഴുത്തും പാട്ടും, ദീപാരാധന, അന്നദാനം, നാഗേക്ഷി കളമെഴുത്തും പാട്ട് എന്നിവ നടക്കും. 18 ഗണപതി ഹോമം, ശ്രീ ഭദ്രകാളി ദേവിക്ക് പഞ്ചദുശക്തി കലശാഭിഷേകം, പഞ്ചഗവ്യം എന്നിവ. ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, ദീപാരാധന, തുടർന്ന് ഫ്യൂഷൻ കലാരൂപങ്ങളും നൃത്തങ്ങളും അരങ്ങേറും. 19 രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ എന്നിവയ്ക്ക് ശേഷം പകൽപൂർവം വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴയും, 7 മണിക്ക് തായമ്പക, 8 മണിക്ക് അമ്പലപ്പുഴ സാരഥിയുടെ 2 ദിവസവും നാടകവും, പുലർച്ചെ രാവിലെ 2 മണിക്ക് ക്ഷേത്രനടയിൽ എഴുന്നള്ളിപ്പും നടക്കും. ആഘോഷപൂർവ്വം കൊണ്ടാടും. പേരിൽ സൂചിപ്പിച്ച പ്രകാരം കുടുംബദേവതയായ ശ്രീ ഭദ്രകാളി, സ്ഥലദേവതയായ ശ്രീ അന്നപൂർണേശ്വരിക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾ 17-ാം തീയതി ആദ്യത്തെ ദിവസം 9-ന് ഗുരുമുത്തപ്പന്മാർക്കളം, ഉച്ചയ്ക്ക് 2:30 നാഗക്കളം വൈത്തുപാട്, 6:30 റമാല ചുറ്റുവളക്ക്, തുടർന്ന് അന്നദാനം, രാത്രി 10 മണിക്ക് നാഗേക്ഷി കളം വൈത്തുപാട്. 12-ാമത്തെ ദിവസം ജനുവരി 12 10 മണിക്ക് വിഷ്ണുമായ സ്വാമിക്ക് കളമെഴുത്തും പാട്ടും, ഉച്ചയ്ക്ക് 2 മണിക്ക് ശ്രീ അന്നപൂർണേശ്വരി ദേവിക്ക് കളമെഴുത്തും പാട്ടും, 6:30 നിറമാല ചുറ്റുവളക്ക്, തുടർന്ന് അന്നദാനം, മയൂര നൃത്യ അക്കാദമിയുടെ നടന നൃത്തം പരിപാടി. 10 മണിക്ക് ശ്രീ ഭദ്രകാളി ദേവിക്ക് കളമെഴുത്തും പാട്ടും. പ്രസിഡന്റ് അരുൺകുമാർ, സെക്രട്ടറി വത്സൻ, ഖജാൻജി ശ്രീകുമാർ, മുരളി BK, അഭിമന്യു BJ എന്നിവർ സംസാരിച്ചു. സാന്ത്വന പരിചരണ ദിനത്തിന്റെ ഭാഗമായി തൃത്തല്ലൂർ സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. TN പ്രതാപൻ MP ജാഥ ഉദ്ഘാടനം ചെയ്തു. പഠിപ്പില്ലാത്ത ദിവസം സ്കൂൾ വിട്ടു ചെന്നാലും അമ്മാമേനെ എടുത്ത് ചെല്ലും, അമ്മാമേനെ തലോടും, തൊടും, അമ്മാമേനെ സ്നേഹിക്കും, അമ്മാമേനെ പരിചരിക്കും. നിങ്ങൾ ഏതെങ്കിലും മക്കള് നിങ്ങളുടെ വീട്ടിൽ വയ്യാത്ത നിങ്ങളുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശിയോ മുത്തശ്ശനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നവരത് കൈവയ്ക്കുക. വീട്ടിലുള്ള പ്രായം ചെന്നവരോട് വയ്യാത്തവരോട് സ്നേഹം കാണിക്കുന്നവരത് കൈവയ്ക്കുക. വീട്ടിലുള്ള നമ്മളെല്ലാവരോടും സ്നേഹം കാണിക്കാൻ ആഗ്രഹിക്കുന്നവരത് കൈവയ്ക്കുക. എല്ലാവരോടും ഞാൻ സ്നേഹം കാണിക്കുമെന്ന് നമ്മളുള്ളത് കൈവയ്ക്കുക. കൈവക്കാത്തവരാരുമില്ല. അവിടെ കുറച്ച് അങ്ങോട്ട് കൈവക്കില്ല. ആരോട് സ്നേഹിക്കാത്തവരാണോ? സ്നേഹമുള്ളവരൊന്ന് കൈവക്കുക. സ്നേഹമുള്ളവർ എല്ലാവർക്കും സ്നേഹം. അമ്മോട് സ്നേഹമുള്ളത് കൈവക്കുക. അച്ഛനോട് സ്നേഹമുള്ള രണ്ടാമത്തെ കൈവക്കുക. അച്ഛനോട് സ്നേഹമുള്ള രണ്ടാമത്തെ കൈവക്കുക. വീട്ടിലുള്ള മറ്റുള്ളവരോട് സ്നേഹമുള്ളവര് ആ കൈ ഒന്നുകൂടി നോക്കി. യെസ്, നമുക്കും നാളെ അസുഖം വരൂലേ? നമുക്ക് കോവിഡ് വന്ന ഈ ഇരിക്കുന്നതിന് കൂടുതൽ കോവിഡ് വന്ന മക്കളൊന്ന് കൈവയ്ക്കുക. കോവിഡ് വന്ന മക്കൾ പ്രധാനമന്ത്രിയാണ് ഔദ്യോഗികമായിട്ട് 2 പ്രാവശ്യമാണ് കോവിഡ് വന്ന മക്കളെ നാളെ പ്രകൃതി ദൈവം നമുക്കും തരും എന്തെങ്കിലും അസുഖം തന്നുകൂടെയില്ല. ചിലപ്പോൾ ഈ പ്രധാനമന്ത്രിയായിട്ട് സൈഡ് തളർന്നിട്ട് കിടക്കുന്നത് നിങ്ങൾ
പേപ്പറിലോ ടിവിയിലോ ഒക്കെ കണ്ടെന്ന് വരും. നമ്മൾ ആർക്കെങ്കിലും വീട്ടിൽ കയറും ആയുർ ഡോക്ടർ ഭയങ്കര മിടുക്കനായ ഡോക്ടർ, നല്ല ഡോക്ടർ, ഭയങ്കര മനുഷ്യത്വമുള്ള മനുഷ്യ സ്നേഹമുള്ള ഡോക്ടറാണ്. കാരണം ഡോക്ടർ ജനിച്ചു വളർന്ന് സാധാരണ ജീവിതത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പാവങ്ങളോടും സാധാരണക്കാരും ഡോക്ടർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കാണ് ദൈവം അസുഖം വരുത്തുന്നത്? MP വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യ പരിചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സൊസൈറ്റിക്കായുള്ള വീൽ ചെയർ സമർപ്പണം MP നിർവഹിച്ചു. സ്നേഹസ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് CM നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ NA മാഹിൻ ആമുഖ പ്രഭാഷണം നടത്തി. സൊസൈറ്റി സെക്രട്ടറി KPR സതീശൻ, കോർഡിനേറ്റർ റൌഫ് ചേറ്റുവ, സുബൈദ മുഹമ്മദ്, VB അഹമ്മദ്, പ്രിൻസിപ്പൽ G റീജ, CS രാജേഷ്, പ്രധാനാധ്യാപിക CS ഷൈനി, ഗിൽസ തിലകൻ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ പുല്ലയിൽ വിഷ്ണുമായ ഭദ്രകാളി ദേവസ്ഥാനം പ്രതിഷ്ഠാദിനം കളമെഴുത്തുപാട്ട് ഉത്സവം 2024 ജനുവരി 17 മുതൽ 20 വരെ ആഘോഷിക്കും. 17 തന്ത്രിപൂജ വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശാഭിഷേകം, നവകം, പഞ്ചഗവ്യം, പ്രസാദ വിതരണം, ചുറ്റുവിളക്ക്, ഭഗവത് സേവ, 18 വിശേഷാൽ പൂജകൾ, നിറമാല, നാദസ്വരം, ഹനുമാൻ സ്വാമി ദർശനം, 19 വിശേഷാൽ പൂജ, ഭജന, ദീപാരാധന, 20 കളമെഴുത്തുപാട്ട് ഉത്സവം, അടീച്ചൽ കളം, താലമെഴുന്നള്ളിപ്പ്, വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് രൂപക്കളം, കളത്തിൽ നൃത്തം, പ്രസാദ വിതരണം, 28 പാട്ടുത്സവം, ഗുരുതി പൂജ എന്നിവയും ഉണ്ടാകുമെന്ന് ദേവസ്ഥാനാധിപതി PK ലക്ഷ്മണൻ അറിയിച്ചു. സഹോദര കൂട്ടായ്മയുടെ 3ാമത് വാർഷികം തൃപ്രയാറിൽ നടന്നു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. വെങ്ങണിശ്ശേരി കൈപ്പുള്ളി വേലപ്പൻ മകൻ രവീന്ദ്രൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. സ്വർണവില. സ്വർണം ഗ്രാമിന് 5815 രൂപ, പവന് 46,520 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തും അവണിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് ദേവാലയത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും കുരുക്കഴിക്കുന്ന മാതാവിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി കൊണ്ടാടി. പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാക്കാത്തുരുത്തി സീ ഷോർ വിനോദ കേന്ദ്രത്തിലേക്ക് യാത്ര സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കലയിലൂടെ ചേർന്ന് നിൽക്കാം, ചേർന്ന് നിന്ന് നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് അകന്നുപോയി ചില സംസ്കാരങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറാം എന്ന ലക്ഷ്യത്തോടെ H രവിവർമ്മ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സൺഡേ മിറർ എന്ന സാംസ്കാരികോത്സവത്തിന് തുടക്കം കുറിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.